ഹലോ ഗൈസ്, ഞങ്ങൾക്കിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ ഇച്ചൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇന്ന്. അങ്ങനെ ബർത്ത്ഡേ ഡേ ആയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഏട്ടനും ഇച്ചൂട്ടനും ഞാനും കൂടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വന്ന് തൊഴുവൊക്കെ ചെയ്തു കേട്ടോ. ആക്ച്വലി ഞങ്ങളിന്ന് ബർത്ത്ഡേ ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഫാമിലിയിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ ബർത്ത്ഡേ ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നതിന് ശേഷം രാവിലെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പം ബട്ടർ സ്കോച്ചിൻ്റെ നട്ടി ബബിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവന് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ കേക്കായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കേക്കൊക്കെ കണ്ടപ്പോൾ കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. രാവിലെ തന്നെ അവന് കേക്ക് അത് കട്ട് ചെയ്യുക, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് കിടക്കെ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി ചൂട്ടിന് സമ്മാനം തരാൻ പോവുക എന്നൊക്കെ പറഞ്ഞപ്പം അവന് സമ്മാനം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അവൻ ചുമ്മാ അതിങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അച്ഛാ സമ്മാനം വാങ്ങിയിട്ട് അമ്മ സമ്മാനം വേണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സമ്മാനം കണ്ടപ്പോൾ വലിയ സമ്മാനം എന്നെല്ലാം പറഞ്ഞാൽ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അവന് ഒട്ടും ക്ഷമയില്ല കേട്ടോ, വേഗം ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം വേഗം വന്ന് എല്ലാം വലിച്ചു പറിക്കുകയൊക്കെ ചെയ്തു. വലിയ സമ്മാനം കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ഒരു ഹാപ്പിയാണല്ലോ നമുക്കും വേണ്ടത്. അങ്ങനെ ആക്ച്വലി ഞാനും ഏട്ടനും ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇത് നമ്മൾ നിപ്പിൾസ് നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ഇതവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേർഡ് ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ ഈ ചൂട്ടൻ ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോൾ തന്നെ കുട്ടിക്ക് അത് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. അവനറിയില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വണ്ടിയാണ്, നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുട്ടി കയറി കളിച്ച വണ്ടിയാണെന്നൊന്നും അവനറിയില്ല. നമ്മളാരും പറഞ്ഞില്ല കേട്ടോ വണ്ടിയാണ് കുട്ടിക്ക് വാങ്ങിയെന്നൊന്ന്. അവനിത് പൊളിക്കാൻ ഇത്ര സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ക്ഷമയൊക്കെ നഷ്ടപ്പെട്ട് ലാസ്റ്റ് കരയാനൊക്കെ തുടങ്ങി കേട്ടോ, വേഗം ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അവനും അവനാൽ കഴിയുന്ന വിധം മാക്സിമം വലിച്ചു പൊട്ടിക്കുകയും വേഗം ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടി വലിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതാ ഫൈനലി ഓപ്പൺ ചെയ്യാൻ പോവാണ്. അച്ചൂട്ടനോട് അച്ഛൻ പറയാണ്, മോൻ തുറന്നു നോക്കുമ്പോൾ അതാണ്ടോ അവൻ്റെ ഒരു സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവന്. പക്ഷെ അവൻ വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്യില്ല. അവനിങ്ങനെ വെപ്രാളൊക്കെ കാണിച്ച് വണ്ടീനെ തൊടുന്നു എന്തൊക്കെയോ കാണിക്കുകയായിരുന്നു. ആ ഒരു സന്തോഷമാണല്ലോ നമുക്കും കണ്ടത്. നമുക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. കാരണം അവൻ ഈ വണ്ടീനോടൊക്കെ ഭയങ്കര ഒരു ക്രൈസാണ് കേട്ടോ. ചെറുപ്പം മുതലേ അവൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. അച്ഛൻ വണ്ടീനോട് ഭയങ്കര ക്രൈസുള്ള ഒരാളാണ്. അങ്ങനെ വണ്ടി കയറിയിരുന്നു, പിന്നെ എന്തൊക്കെയോ ചെയ്യാണ് അവന് ഭയങ്കര സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൻ താങ്ക് യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയിൽ എന്താ പറയുക സ്വിച്ച് പിടിച്ച് നിൽക്കുന്നു, എന്തൊക്കെയോ അവൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അവൻ പിന്നെ കുറേ നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടിയിൽ തന്നെ കളിക്കുകയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സമ്മാനം. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ കുട്ടി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ എന്തായാലും റിമോട്ടിൽ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അതിൻ്റെ ബ്രേക്കൊക്കെ കാലിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന് കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കിട്ടി. ഏട്ടൻ്റെ അനിയത്തി കൊണ്ടുവന്നതും പിന്നെ എൻ്റെ ചേച്ചിയും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊടുത്തു വിട്ട ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവന് സമ്മാനം എല്ലാം കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഓരോ സമ്മാനം നട്ടവൻ പറയുക, അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഓരോ സമ്മാനമൊക്കെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തിരക്കിലും മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു, നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പറ്റിയില്ല, സാരമില്ല. നമുക്ക് അടുത്ത ബർത്ത്ഡേ ഇനി നല്ല ഗ്രാൻഡായിട്ട് സൂപ്പറായിട്ടൊക്കെ ആഘോഷിക്കാം. ഞങ്ങളിവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചായിരുന്നു.